ഇബ്രാഹിം സുംബുലാഗിയോട് പറയുന്നു. ഖദീജ സുൽത്താനയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇൻക്യാരം ചോദിച്ചു. സുൽത്താനയ്ക്ക് മാറ്റമൊന്നുമില്ല. പനി മാറിയിട്ടില്ല. ബോധമില്ലാതെ കിടപ്പാണ്. ഇബ്രാഹിം തലയാട്ടി. വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് എങ്ങനെയുണ്ടെന്ന് വന്ന് അറിയിക്കണം. സുംബുൽ കുമ്പിട്ടിട്ട് പോകുന്നു. ഇബ്രാഹിം ഒരു ദീർഘശ്വാസം എടുത്തു. ഹുറം ദേഷ്യത്തിൽ നടന്നു വരുന്നു. നീ എവിടെ പോകുന്നു ഹുറം ഹാത്തൂൻ? സുംബുൽ ചോദിച്ചു. വഴിയിന്ന് മാറി നിൽക്ക്. അവൾ അയാളെ കടന്നു പോകുന്നു. നിക്ക്. സുംബുൽ പുറകെ ഓടി വന്നു. ഇബ്രാഹിം, ഹുറം വിളിക്കുന്നു. ഞാൻ അവളോട് പറഞ്ഞു നിൽക്കാൻ. അവൾ കേട്ടില്ല. അവളുടെ പ്രശ്നം എന്താണെന്ന് പറയട്ടെ. ഇബ്രാഹിം അവളുടെ മുമ്പിലേക്ക് നീങ്ങി നിന്നു. എൻ്റെ പ്രശ്നം നിങ്ങളല്ല. എനിക്ക് സുൽത്താൻ സുലൈമാനോട് സംസാരിക്കണം. എന്താണെന്ന ഭാവത്തിൽ ഇബ്രാഹിം അവളെ നോക്കി. അവരെൻ്റെ മോനെ എൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയി. ആരെടുത്തുകൊണ്ട് പോയി? വാലിദ സുൽത്താന. അവർ നുണം പറയുകയാണ്. അവർ പറയുന്നു എൻ്റെ പാലിൽ വിഷമുണ്ടെന്ന്. ഹുറം സങ്കടപ്പെട്ടു പറഞ്ഞു. ഹുറം ഹാത്തൂൻ, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. നിനക്ക് വാലിദ സുൽത്താനയെ പറ്റി അങ്ങനെ പറയാനാവില്ല. ഹുറം ഒന്ന് പരിങ്ങി. ഫിസിഷ്യനാണ് പറഞ്ഞത് എൻ്റെ പാലിൽ പോയിസൺ ഉണ്ടെന്ന്. ഹുറം ഇബ്രാഹിമിനെ നോക്കാതെ പറഞ്ഞു. ഫിസിഷ്യൻ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഇബ്രാഹിം സുംബുലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സുംബുൽ തലയാട്ടി. നീ നിന്റെ ചേംബറിലേക്ക് തിരിച്ചു പോക്കോ. ഹുറം ഇബ്രാഹിമിനെ നോക്കിയിട്ട് സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിലേക്ക് പോകാൻ പോകുന്നു. ഇബ്രാഹിം അവളെ തടഞ്ഞു. ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ലേ ഹാത്തൂൻ? നിനക്കിപ്പോൾ അങ്ങോട്ട് പോകാനാവില്ല. അവിടെ മീറ്റിംഗ് നടക്കുകയാണ്. നിങ്ങളും അവരുടെ കൂടെയാണല്ലേ? പിശാചുക്കളുടെ കൂട്ടം, ഹുറം പറയുന്നു. സുംബുൽ ഞെട്ടിപ്പോയി. നീ എന്താ പറഞ്ഞേ? പറ. ഇബ്രാഹിം ആളുടെ മുന്നിലേക്ക് കയറി നിന്ന് ചോദിച്ചു. ഹുറം ഒരു കൂസലില്ലാതെ നിന്നു. നിങ്ങൾ മാഹിദേവരാനെ സംരക്ഷിക്കുന്നു. അതിനുവേണ്ടി എന്നെ ചെന്നായ കൂട്ടത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. നിങ്ങളാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. എനിക്കറിയാമത്. നിങ്ങളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിലേക്ക് വിട്ടത്. നിങ്ങൾ വിചാരിച്ചു അതോടെ സുൽത്താൻ സുലൈമാൻ എന്നോടുള്ള സ്നേഹം ഇല്ലാതാവുമെന്ന്. ഈ തീക്കളി നിങ്ങളാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഈ തീയിൽ ഞാനാവില്ല, നിങ്ങൾ തന്നെയാവും എരിഞ്ഞു തീരാൻ പോകുന്നത്. ഹുറം പറഞ്ഞു. ഇവളെ ഇവിടുന്ന് കൊണ്ടുപോ. ഇവളെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിന് മുമ്പ് ഇവളെ ഇവിടുന്ന് കൊണ്ടുപോ. ഇബ്രാഹിം ഒച്ച വെച്ച് പറഞ്ഞു. ഹുറം കൂസലില്ലാതെ നിന്നു. സുംബുൽ ആളെ വലിച്ചുകൊണ്ട് പോകുന്നു. ഇബ്രാഹിം അവളെ നോക്കി പല്ല് കടിച്ചു. കൗൺസിൽ മീറ്റിംഗ് നടക്കുകയായിരുന്നു. നാവികസേനയുടെ മേധാവി ചീഫ് അഡ്മിറൽ പുലക് മുസ്തഫ ആഗയോട് പീരിപ്പാഷ പറയുന്നു. നിങ്ങൾ ആദ്യം തുടങ്ങൂ. അയാൾ കുമ്പിട്ടിട്ട് പറയുന്നു. ഷിപ്പ്യാർഡിലേക്ക് 1000 ജോലിക്കാരെ എടുത്തു. പുതിയതായി 200 കപ്പലുകൾ നിർമ്മിക്കുന്നതിന് അവർ രാവും പകലും വിശ്രമമില്ലാതെ പണിയെടുക്കുകയാണ് ഇൻക്യാരം. അള്ളാഹുവിൻ്റെ സഹായത്താൽ അടുത്ത വസന്തത്തിൽ നമ്മൾ അതിൽ പുറപ്പെടും. നമുക്ക് ജൂണിലേക്ക് പുറപ്പെടാനുള്ള രീതിയിൽ ഒരുക്കങ്ങൾ ചെയ്യണം, സുലൈമാൻ പറഞ്ഞു. ഞാൻ ഗവർണർമാർക്ക് കത്തയച്ചിട്ടുണ്ട്. അവർ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും, പീരിപ്പാഷ പറയുന്നു. മുസ്തഫ പാഷ പറയുന്നു. പുതിയ പീരങ്കികൾ ഉണ്ടാക്കാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇൻക്യാരം. ഈ പ്രാവശ്യം കുറച്ചുകൂടി വലിയ പീരങ്കികൾ വേണ്ടിവരും മുസ്തഫ പാഷ. ബെൽഗ്രേഡ് ക്യാസലിനേക്കാൾ വലിയ കോട്ടകളാണ് റോഡസിലുള്ളത്, സുലൈമാൻ പറഞ്ഞു. മുസ്തഫ പാഷ തല കുമ്പിട്ടു. അടിയന്തരമായി 40,000 ആളുകളെ തുഴച്ചിൽ പരിശീലനത്തിനായി വിട്ടിട്ടുണ്ട് ഇൻക്യാരം, പീരിപ്പാഷ പറഞ്ഞു. ഫറാദ് പാഷ പറയുന്നു. ഇൻക്യാരം, കിഴക്ക് ദുൽഖാദിർ പ്രൊവിൻസിലെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ദുൽഖാദിർ ഗവർണർ അലി ബെ ഈജിപ്തിലെ മാംലുക് സൈന്യവുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹം റോഡസ് ക്യാമ്പയിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ വിട്ടുതരാൻ മടി കാണിക്കുകയാണ്, സുലൈമാൻ തലയാട്ടി. ഫറാദ് പാഷ, നിങ്ങൾ നിങ്ങളുടെ സൈന്യവുമായി ദുൽഖാദിറിലേക്ക് പോകണം. എന്നിട്ട് അലി ബെയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അയാൾ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ അയാളുടെ തല വെട്ടി എൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഫറാദ് പാഷ സമ്മതത്തോടെ തല കുമ്പിട്ടു. ഇബ്രാഹിം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പീരി റൈസ് പാഷ, മുന്നോട്ട് വരൂ. നമുക്ക് ഈ മാപ്പ് ഒന്ന് നോക്കാം. നിങ്ങളിത് പറഞ്ഞു തരൂ, സുലൈമാൻ എണീറ്റുകൊണ്ട് പറഞ്ഞു. അഹമ്മദ് പാഷ പീരിപ്പാഷയോട് പറയുന്നു. ഫറാദ് പാഷ നുണ പറയുകയാണ്. നമ്മൾ പാഷമാർക്കിടയിൽ പ്രശ്നമുണ്ടാക്കാനാണ് ഫറാദ് പാഷ ശ്രമിക്കുന്നത്. ഇബ്രാഹിം അവരെ ശ്രദ്ധിക്കുന്നു. അലീബെ അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല. ഇതിൽ ഫറാദ് പാഷയ്ക്ക് അയാളുടെ താല്പര്യങ്ങളുണ്ടാവും. അഹമ്മദ് പാഷ, നിങ്ങളിങ്ങനെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തെളിവില്ലാതെ വിളിച്ചു പറയരുത്. സുലൈമാൻ തിരിഞ്ഞു നിന്നിരുന്നെങ്കിലും അവരുടെ സംസാരം ശ്രദ്ധിച്ചിരുന്നു. കൊബാൻ മുസ്തഫ പാഷ, നിങ്ങളെ ഒരു എക്സ്പേർട്ടിൻ്റെ റാങ്കിലേക്ക് ഉയർത്തുകയാണ്. പിന്നെ നിങ്ങൾ പീരി പാഷയുടെ കൂടെ തന്നെ നിന്നു. ഫറാദ് പാഷയെ കിഴക്ക് ദിക്കിലേക്ക് വിടുകയാണ്. അതുകൊണ്ട് യുദ്ധത്തിനുള്ള ആർമിയെ ഒരുക്കേണ്ടത് നിങ്ങളാണ്, സുൽത്താൻ സുലൈമാൻ അയാളോട് പറയുന്നു. തീർച്ചയായും ചെയ്യാം ഇൻക്യാരം, കൊബാൻ പാഷ കുമ്പിട്ടിട്ട് പറയുന്നു. അത് കേട്ടപ്പോൾ പരിഭ്രമിച്ച അഹമ്മദ് പാഷ പീരിപ്പാഷയെ നോക്കി. എന്നിട്ട് സുലൈമാനോട് പറയുന്നു. ഇൻക്യാരം, ആ അവിശ്വാസി ലൂയിസ് രണ്ടാമൻ വീണ്ടും നമുക്കെതിരെ വരുന്നുണ്ട്. അയാൾ യൂറോപ്പിലെ മറ്റ് രാജാക്കന്മാരോട് പറഞ്ഞു നടക്കുന്നത് സുൽത്താൻ സുലൈമാൻ ഇനി യൂറോപ്പിലേക്ക് വരാൻ ധൈര്യപ്പെടില്ല എന്നാണ്. നിങ്ങളോട് ഇത് വന്ന് പറഞ്ഞവരോട് ചെന്ന് പറ, ഞാൻ അവൻ്റെ നാവ് പിഴുതെടുക്കുന്ന ദിവസം അടുത്തുവെന്ന്. ഇത് കേട്ട് ഇബ്രാഹിം അഹമ്മദ് പാഷയെ നോക്കി തലയാട്ടുന്നു. നാവ് പിഴുതെടുത്ത് അവന് ഞാൻ ഈ തെരുവിലൂടെ നടത്തും. അത് കേട്ട് അഹമ്മദ് പാഷ തല കുമ്പിട്ടു. പിന്നെ ഇതുകൂടി ഓർത്തു വെച്ചോ, നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും, സുലൈമാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പീരി പാഷ അത് കേട്ട് തലയാട്ടി. സുലൈമാൻ തിരിഞ്ഞ് ഇബ്രാഹിമിനെ നോക്കി ചിരിക്കുന്നു. ഇബ്രാഹിമും ചിരിച്ചു. അഹമ്മദ് പാഷ ഒന്നും മിണ്ടാനാവാതെ നിന്നു.
ബുദ പാലസിൽ കിങ് ലൂയിസ് രണ്ടാമനും അയാളുടെ സഹായി ആൻഡ്രൂവും സംസാരിക്കുന്നു. സുൽത്താൻ സുലൈമാൻ 100 കണക്കിന് കപ്പലുകൾ പണിയുന്നു എന്നതിനർത്ഥം അവരുടെ അടുത്ത ലക്ഷ്യം യൂറോപ്പല്ല, തീർച്ചയായും അത് മെഡിറ്ററേനിയൻ കടലാണ്. അയാളെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും, കിങ് ലൂയിസ് പറഞ്ഞു. യ മജസ്റ്റി, നമ്മളതെങ്ങനെ ചെയ്യും? നമ്മുടെ ആളുകളെ നിയന്ത്രിക്കുന്നതും ഇപ്പോൾ ഓട്ടോമാൻ ഗവർണറാണ്. ഞാൻ അവൻ്റെ കൊട്ടാരത്തിൽ കയറി അവനെ കുത്തിക്കൊല്ലും, കിങ് ലൂയിസ് പറഞ്ഞു. അത് കേട്ട് ആൻഡ്രൂ പുച്ഛത്തോടെ മുഖം തിരിച്ചു. അങ്ങോട്ട് മൂടി പുതച്ചൊരാൾ കയറി വരുന്നു. കിങ് ലൂയിസ് മനസ്സിലായതുപോലെ വരാൻ കാണിക്കുന്നു. വന്ന ആൾ അയാൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. കിങ് ലൂയിസ് എണീറ്റ് അയാളുടെ തലയിൽ കൈവച്ച് പറയുന്നു, വിക്ടോറിയ, വരൂ, നിന്റെ പ്രതികാരം വീട്ടാൻ സമയമായി. നിന്റെ വിലാപം ഞാൻ അവസാനിപ്പിക്കാം. വിവാഹ ദിവസം സുലൈമാൻ വധിച്ച കമാൻഡർ ഏരിയലിൻ്റെ വിധവയായിരുന്നു അത്. സുൽത്താൻ സുലൈമാൻ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളിലായിരുന്നു. ഹുറം കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും ആകാതെ വിഷമിച്ചു നിന്നു. ഇബ്രാഹിം ഹദീജ സുൽത്താനെ ഓർത്ത് വിഷമത്തോടെ ബാൽക്കണിയിൽ വന്നു നിന്നു. ഹദീജ സുൽത്താൻ എണീറ്റിരുന്നു. സുൽത്താൻ സുലൈമാൻ പീരിപ്പാഷയുടെ മകനുമായി കൂടുതൽ അടുപ്പം കാണിക്കുന്നത് കണ്ട് ഇബ്രാഹിമിന് വിഷമമാവുന്നുണ്ട്. സുംബുലാഗ ഗുൽനിഹാലിനെ നന്നായി പരിചരിച്ചു. അയാളുടെ സ്നേഹം കണ്ട് അവൾ അയാളുടെ കയ്യിൽ മുത്തം വെച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇസ്താംബൂൾ തീരത്തേക്ക് ഒരു ചെറുവഞ്ചി അടുക്കുന്നു. വിക്ടർ, എണീക്ക്, സ്ഥലത്തെത്തി. അവർ നിന്നെ ഇവിടെ വന്ന് കൊണ്ടുപോകുമോ? വിക്ടോറിയ തലയാട്ടി. എന്നിട്ട് അവിടെ ഇറങ്ങി നടന്നു. വളരെ ക്ഷീണിതയായിരുന്നതുകൊണ്ട് അവിടെ കണ്ട ഒരു ചാക്കിൽ തല വെച്ചുറങ്ങുന്നു. അവൾ ആൺവേഷം കെട്ടി വിക്ടർ എന്ന പേരിലാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. കിച്ചണിൽ മുട്ട പൊരിക്കുകയായിരുന്നു. സുംബുലാഗ ഷെക്കേറാഗിയോട് പറയുന്നു, എനിക്ക് 10 കാടമുട്ട പൊരിച്ചത് വേണം. അയ്യോ, ഈ മാസം ആകെ കിട്ടിയത് 30 കാടമുട്ടയാണ്. അത് ഇൻക്യാരത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ബോൺകുക്ക് എന്നൊരു ഗാർഡ് അങ്ങോട്ട് വരുന്നു. നീ എന്താ ഇവിടെ ബോൺകുക്ക്? സുംബുലാഗ ചോദിച്ചു. സുംബുലാഗ, ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണ്. ഞാനൊന്ന് മാർക്കറ്റിൽ പോവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ ബൾഗേറിയൻസിൻ്റെ അടുത്ത് നിന്നും ഇങ്ങോട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാമോ? ഷെക്കേറാഗ ചോദിച്ചു. കൊണ്ടുവരാം, അയാൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. നീ തിരിച്ചു വരുമ്പോൾ വ്യാപാരികൾ ഷെക്കേറാഗിക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ തന്നുവിട്ടാൽ അതെന്നെ കൊണ്ടുവന്ന് കാണിക്കണം. ഉത്തരവ് പോലെ സുംബുലാഗ. അള്ളാ, എന്ത് സമ്മാനം സുംബുലാഗ? അവർ അവരുടെ ഉൽപ്പന്നങ്ങൾ എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നുവിടുന്നതാണ്. അത് ശരി, കുറച്ച് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഷെക്കേറാഗ, സുംബുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാഹിദേവരൻ സുൽത്താന ഇബ്രാഹിമിനെ കാണാൻ വരുന്നു. എന്തു പറ്റി സുൽത്താന? എന്തെങ്കിലും സംഭവിച്ചോ? ഇപ്പോൾ ഇങ്കാരത്തെ കാണാനാവില്ല. ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ് ഇബ്രാഹിം. എന്തു പറ്റി? ഞാനിപ്പോൾ ഹദീജ സുൽത്താനെ ഗാർഡനിലേക്ക് കൊണ്ടുവരാം. താങ്കൾ അങ്ങോട്ട് വരണം. ഇബ്രാഹിം നിന്ന് പരുങ്ങുന്നു. എന്നെ ഇങ്ങനെ നോക്കണ്ട, എല്ലാം എനിക്കറിയാം. എന്തറിയാന്ന്? ഇബ്രാഹിം ചോദിച്ചു. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ഇബ്രാഹിം അപ്പുറവും ഇപ്പുറവും നോക്കിയിട്ട് വരാമെന്ന് തലയാട്ടുന്നു. ദായ ഹാത്തുൻ വാലിദ സുൽത്താനയോട് പറയുന്നു, ഹദീജ സുൽത്താനെ കുറച്ച് ബെറ്ററായിട്ടുണ്ട്. അവളൊന്ന് സുഖമായി വന്നാൽ മതിയായിരുന്നു. വാലിദ സുൽത്താന തലയാട്ടിക്കൊണ്ട് പറയുന്നു. മാഹിദേവരൻ സുൽത്താന ഹദീജ സുൽത്താനെ നന്നായി നോക്കുന്നുണ്ട്, ദായ ഹാത്തുൻ പറഞ്ഞു. മാഹിദേവരനെ വിശ്വസിച്ച് അവളോട് അവളുടെ വിഷമങ്ങളെല്ലാം തുറന്നു പറയുകയാണെങ്കിൽ നന്നായിരുന്നു, വാലിദ സുൽത്താന പറയുന്നു. മാഹിദേവരൻ സുൽത്താന ഹദീജ സുൽത്താനയെ ഗാർഡനിലേക്ക് കൊണ്ടുവരുന്നു. എനിക്ക് ക്ഷീണം മാറിയില്ല മാഹിദേവരൻ, നമുക്ക് തിരിച്ചു പോകാം. ഇവിടുന്ന് കുറച്ച് ശുദ്ധവായു ശ്വസിച്ചാൽ നിനക്ക് ആശ്വാസം കിട്ടും. ഇബ്രാഹിം അങ്ങോട്ടെത്തി. ഇബ്രാഹിമിനെ കണ്ട മാഹിദേവരൻ ഹദീജ സുൽത്താനയോട് പറയുന്നു, സുൽത്താന, ഞാൻ കുറച്ച് ചെറി സിറപ്പ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് എടുത്തുകൊണ്ട് വരാം. നിങ്ങളിവിടെ ഇരിക്കുക, ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ഇബ്രാഹിമിനോട് അങ്ങോട്ട് വരാൻ കാണിക്കുന്നു. എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഹദീജ സുൽത്താന പറയുന്നു. മാഹിദേവരൻ അവിടുന്ന് പോയപ്പോൾ ഇബ്രാഹിം ചുറ്റും നോക്കിയിട്ട് അങ്ങോട്ട് വരുന്നു. പെട്ടെന്ന് ഇബ്രാഹിമിനെ കണ്ടപ്പോൾ ഹദീജ സുൽത്താന പരിഭ്രമിച്ചു പോയി. എൻ്റെ സുൽത്താന, നിങ്ങളെന്നാ മഞ്ഞിൽ കുഴഞ്ഞു വീണപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താനായില്ല. അള്ളാ, ഇനി ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ വന്നേക്കല്ലേ, ഇബ്രാഹിം പറഞ്ഞു. അപ്പോൾ അന്ന് നിങ്ങൾ എന്നെ കണ്ടിരുന്നോ? ഇബ്രാഹിം തലയാട്ടി. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഞാൻ ബോധം കെട്ട് വീണു. ഇപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ വീണ്ടും എൻ്റെ ചേംബറിൽ പെട്ടുപോയി, ഹദീജ സുൽത്താന പറയുന്നു. സുൽത്താന, നിങ്ങൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഞാൻ കേട്ടു. ഞാൻ ആർക്കു വേണ്ടിയാണ് ഇനി എൻ്റെ ആരോഗ്യമെല്ലാം ശ്രദ്ധിക്കേണ്ടത്? ഇബ്രാഹിം അവരെ ഒന്ന് നോക്കിയിട്ട് പറയുന്നു. എനിക്ക് വേണ്ടി, എൻ്റെ സുൽത്താന, നമുക്ക് വേണ്ടി. ഹദീജ സുൽത്താനയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. എൻ്റെ അമ്മ വിചാരിക്കുന്നു മുസ്തഫയുടെ ടീച്ചർ സെലബി മെഹമ്മത്താണ് എനിക്ക് ചേരുന്നതെന്ന്. സുൽത്താന, ഞാൻ റോഡസിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം തീർച്ചയായും ഒരു വഴി കണ്ടെത്താം. എന്നെ വിശ്വസിക്കുക. ഹദീജ സുൽത്താന കരയുന്നു. കരയണ്ട സുൽത്താന. ഇബ്രാഹിം ഒരു ചെറിയ കുപ്പി കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയുന്നു. ഇത് വെച്ചോ. ഈ കുപ്പി നിറയാനുള്ള കണ്ണുനീർ ഈ ജീവിതത്തിൽ ഒഴുക്കരുത്. ഞാൻ നിങ്ങളെ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല സുൽത്താന. ഞാൻ എന്നും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. ഹദീജ സുൽത്താന ചിരിക്കുന്നു. ഇബ്രാഹിം പോയി. ഹുറം കുഞ്ഞിനെ കാണാൻ വരുന്നു. അവൾ ഷെഹസാദ് മുഹമ്മദിനെ എടുത്ത് മുത്തം വയ്ക്കുന്നു. ഇതൊരു വലിയ പാപമാണ് നിഗാർ കാഫ, ഒരു കുഞ്ഞിനെ അവൻ്റെ അമ്മയിൽ നിന്നും അകറ്റുന്നത്, ഹുറം പറഞ്ഞു.
നിനക്കിഷ്ടമുള്ളപ്പോഴെല്ലാം ഇവിടെ വന്ന് കുഞ്ഞിനെ കാണാം. അവൻ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അവൻ വെറ്റ് നേഴ്സിൻ്റെ മുലപ്പാൽ നന്നായി കുടിക്കുന്നുണ്ട്, നിഗാർ കാഫ പറഞ്ഞു. ഹുറം വെറ്റ് നേഴ്സിനെ ഒന്ന് നോക്കിയിട്ട് നിഗാർ കാഫയോട് പറയുന്നു, നോക്ക്, എൻ്റെ മോൻ കുടിക്കാതെ എൻ്റെ പാൽ വറ്റിപ്പോയി. കുഞ്ഞിൻ്റെ ഉടുപ്പിലും തൊട്ടിലിലും ഒരു കറുത്ത വസ്തു കണ്ട് ഹുറം ചോദിക്കുന്നു, ഇതെന്താണ്? പേടിക്കേണ്ട ഹുറം ഹാത്തൂൻ, ഇത് രക്ഷയാണ്. ഇവിടെ പാരമ്പര്യമായി ചെയ്തു പോരുന്ന ഒന്നാണ്. ഇത് കുഞ്ഞിനെ ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷിക്കും. ഇതിൽ മന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്ത് മന്ത്രങ്ങൾ? ആരെഴുതി? വാലിദ സുൽത്താനയല്ലേ? ഇത് ചീത്ത മന്ത്രങ്ങളല്ലെന്ന് ആര് കണ്ടു? ഇല്ല, ഇത് പാരമ്പര്യമായി ചെയ്യുന്നൊരു സ്ത്രീയുണ്ട്, അവരാണ് എഴുതിയത്. അത് കേട്ടപ്പോൾ ഹുറം നിഗാറിനടുത്തേക്ക് നീങ്ങി നിന്നിട്ട് രഹസ്യമായി പറയുന്നു, എന്നാൽ അതൊരെണ്ണം എനിക്ക് വേണം. എന്നിട്ട് ചിരിക്കുന്നു. ഗുൽനിഹാലും ആയിഷയും സംസാരിക്കുന്നു. ഗുൽനിഹാൽ കരയുകയായിരുന്നു. നിനക്ക് പോകാൻ ഇഷ്ടമില്ലേ? ആയിഷ ചോദിച്ചു. ഗുൽനിഹാൽ ഇല്ല എന്ന് തലയാട്ടി. നമുക്ക് ദായ ഹാത്തുവിനോട് പറഞ്ഞാലോ? നിനക്കിപ്പോഴും അസുഖം മാറിയിട്ടില്ല എന്ന്. സുംബുലാഗ അങ്ങോട്ട് വരുന്നു. ഗുൽനിഹാൽ, നീ റെഡിയാണോ? അവൾ കരയുന്നു. സുംബുലാഗ, അവളോട് കുറച്ച് ദയ കാണിക്കണം. അവൾക്കിപ്പോൾ ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല. എനിക്കതൊക്കെ കാണാം. ഞാൻ അന്ധനൊന്നുമല്ല. അള്ളാ, എനിക്ക് ക്ഷമ തന്നെ. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? ഞാൻ നിസ്സഹായനാണ്. ഹുറം ഇവളെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ വിഷമിക്കേണ്ട, നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. സുംബുൽ അവളുടെ അടുത്ത് വന്നിരുന്നു പറഞ്ഞു. വിക്ടോറിയ ഉറങ്ങിപ്പോയിരുന്നു. ചുറ്റും കച്ചവടക്കാർ വന്നത് അവൾ അറിഞ്ഞില്ല. ഒരാൾ വന്ന് അവളെ എഴുന്നേൽപ്പിക്കുന്നു. ഏയ്, എണീക്ക്, നമുക്ക് ഈ ചാക്കുകെട്ട് ഉച്ചയ്ക്ക് മുമ്പ് ഒരിടത്ത് എത്തിക്കാനുള്ളതാ. വാ, ഇത് പിടിക്ക്, കൊണ്ടുപോകാം. ഇല്ല, ഞാനിതൊന്നും എടുക്കില്ല. പറഞ്ഞു നിൽക്കാൻ സമയമില്ല, വന്നേ. അയാൾ ചാക്കെടുത്ത് മുതുകിൽ വെച്ചിട്ട് പറയുന്നു. അവളും ഒരു കെട്ട് ചാക്കുമായ ആളുടെ പുറകെ പോയി. കൊട്ടാരത്തിലെ ഗാർഡ് ബോൺകുട്ട് ആകിയും മാർക്കറ്റിലുണ്ടായിരുന്നു. അയാൾ ആരെയോ അന്വേഷിച്ച് നടക്കുന്നത് പോലെ ചുറ്റും നോക്കി നടക്കുന്നു. ചാക്ക് ചുമന്നുകൊണ്ട് പോകുന്ന വിക്ടോറിയയുടെ കഴുത്തിലെ ടാറ്റു കണ്ട് അയാൾ അവളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങളാണോ വിക്ടർ? ഞാൻ ബോൺകുട്ട്, ടോപ്പ് കാപ്പി കൊട്ടാരത്തിലെ ഒരു സൈനികനാണ്. വിക്ടോറിയ അയാളെ ഒന്ന് നോക്കി. വേഗം വാ, നമുക്ക് പോകാം. ബോൺകുട്ട് അവളെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ചാക്കുകെട്ട് ചുമക്കുന്നവർ പുറകെ ഓടിവന്ന് പറയുന്നു, നിങ്ങൾ അവനെ എവിടെ കൊണ്ടുപോവുകയാണ്? അവനിവിടെ ജോലിയുണ്ട്. ബോൺകുട്ട് അവരെ ഉന്തിയിടാൻ ശ്രമിക്കുന്നു. അവർ തമ്മിൽ അവിടെ ഇടിയായി. വിക്ടോറിയ ആദ്യം പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും വഴക്ക് കൂടിയപ്പോൾ അവൾ അവിടുന്ന് ഓടിപ്പോകുന്നു. പിടിക്കവനെ, ഒരാൾ വിളിച്ചു പറഞ്ഞു. 2 പേർ അവളുടെ പുറകെ ഓടി. അവൾ ഓടി മതിലിൽ വലിഞ്ഞു കയറി ഒരിടത്തെത്തുമ്പോൾ വേറെ വഴിയില്ലാതെ താഴേക്ക് ചാടുന്നു. വന്നു വീഴുന്നത് മാത്രാച്ചിയുടെ മുന്നിലേക്കാണ്. മാത്രാച്ചി പുറകെ വന്നവരെ ഓടിച്ചു വിട്ടു. എന്നിട്ട് അവരെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. സഹോദരാ, എണീക്ക്. അനക്കമില്ലെന്ന് കണ്ടപ്പോൾ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നു. മാത്രാച്ചി വിക്ടോറിയയെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് സംശയത്തോടെ നോക്കുന്നു. ഗുൽനിഹാൽ ഹുറത്തിൻ്റെ റൂമിലേക്ക് എത്തി. പെട്ടെന്ന് അവളെ കണ്ട് ഹുറം ഞെട്ടിപ്പോയി. ഗുൽനിഹാൽ, നീ വന്നോ? അതെ, വന്നു. നിന്റെ മുറിവ് എപ്പോഴും ഉണങ്ങിയിട്ടില്ല. അത് കാണാൻ വൃത്തികേടാണ്. ഹുറം അവളെ തൊടാൻ പോയിട്ട് പറയുന്നു. ഗുൽനിഹാൽ മുഖം മാറ്റി. എൻ്റെ മുഖമേ വൃത്തികേടായിട്ടുള്ളൂ. നിന്റെ ഹൃദയമാണ് വൃത്തികേട്ടത് ഹുറം. അത് കേട്ടപ്പോൾ ഹുറം ഒന്നും മിണ്ടാതെ തിരിഞ്ഞുപോയി. എന്നിട്ടൊരു തുണി എടുത്തുകൊണ്ടുവന്ന് അവളുടെ മുഖം മറയ്ക്കുന്നു. ഇതിട്ടോ, നിന്റെ മുഖം കണ്ട് ഷehസാദ് മുഹമ്മദ് പേടിച്ചു പോവും. ഇബ്രാഹിം സുൽത്താൻ സുലൈമാനോട് വന്ന് പറയുന്നു. ഇൻക്യാരം, മീറ്റിങ്ങിനെല്ലാം റെഡിയാണ്. ഇബ്രാഹിം, മാത്രാച്ചിയെപ്പറ്റി വിവരം വല്ലതും ഉണ്ടോ? അയാൾ റോഡസിലേക്ക് പോയി സ്ഥിരതാമസമാക്കിയോ? തിരിച്ചെത്താൻ സമയമായില്ലേ? ഞാൻ ഇന്ന് വൈകിട്ട് പോയി അന്വേഷിക്കാം ഇൻക്യാരം. അയാൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. സുലൈമാൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. നിഗാർ കാഫ ഹുറത്തിനോട് വന്ന് പറയുന്നു. ഹുറം ഹാത്തൂൻ, രക്ഷാമന്ത്രം എഴുതുന്ന സ്ത്രീ വന്നിട്ടുണ്ട്. അവരോട് വരാൻ പറ. ഹുറം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അവർ അകത്തേക്ക് വരുന്നു. ഹുറം ഇരിക്കാൻ കാണിക്കുന്നു. എനിക്ക് സന്തോഷം, ആരോഗ്യം, സ്നേഹം, സ്വർണം എല്ലാം കിട്ടാനുള്ള മന്ത്രങ്ങൾ എഴുതി തരണം. ഹുറം പറഞ്ഞു. നിങ്ങൾക്കതെല്ലാം വേണോ? അതെ, എല്ലാം വേണം. അവർ നോക്കുമ്പോൾ ഗുൽനിഹാൽ മുഖം മറച്ച് അവിടെ ഇരിക്കുന്ന കാണുന്നു. ഈ പെണ്ണിൻ്റെ മുറിവുണങ്ങാനുള്ള മന്ത്രങ്ങൾ എന്തെങ്കിലും വേണോ? അത് കേട്ട് 3 പേരും ഞെട്ടി. വേണ്ട, അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി, ഹുറം പറയുന്നു. ഈ മന്ത്രങ്ങൾ എഴുതുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, കുറച്ച് മെനക്കേടാ. ആ സ്ത്രീ പറഞ്ഞു. ശരി, അതിന് നിങ്ങൾക്ക് എത്ര ഗോൾഡ് കോയിൻസ് വേണം? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നാൽ മതി. എൻ്റെ കയ്യിൽ ഒരുപാട് ഗോൾഡ് ഉണ്ട്. പക്ഷെ ആദ്യം നിങ്ങൾ മന്ത്രങ്ങൾ എഴുത്. അവർ എഴുതാനുള്ള തകിടെടുത്തിട്ട് ചോദിക്കുന്നു. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം? ഹുറം ഒന്ന് ആലോചിച്ചിട്ട് നിഗാറിനോടും ഗുൽനിഹാലിനോടും അവിടുന്ന് പോകാൻ കണ്ണുകൊണ്ട് കാണിക്കുന്നു. നിഗാർ അവരോട് പറയുന്നു. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നിങ്ങൾ കഴിയുമ്പോൾ വന്നാൽ മതി, ഞാൻ മുറ്റത്തുണ്ടാവും. അവർ തലയാട്ടി. നിഗാർ ഗുൽനിഹാലിനെയും കൊണ്ട് പുറത്തേക്ക് പോയി. ഇൻക്യാരത്തിന് എന്നോട് മാത്രമേ താല്പര്യം തോന്നാവൂ. അദ്ദേഹം ഏതെങ്കിലും പെണ്ണുമായി അടുക്കാൻ ശ്രമിച്ചാൽ അതെനിക്ക് അറിയാൻ സാധിക്കണം. പിന്നെ എൻ്റെ മോൻ ഷehസാദ് മുഹമ്മദ് തന്നെയാണെന്ന് സുൽത്താൻ സുലൈമാനു ശേഷം ബാദിഷയാവേണ്ടത്. പിന്നെ ഞാനാവും വാലിദ സുൽത്താന, ഹുറം പറഞ്ഞു. ആ സ്ത്രീ അവളെ ഒന്ന് നോക്കിയിട്ട് കയ്യിലിരുന്ന പേപ്പറുകൾ നോക്കുന്നു. ഹുറം ഒരു കിഴി ഗോൾഡ് കോയിൻസ് എടുത്ത് കയ്യിൽ പിടിച്ചു. അവർ എന്തോ പിറുപിറുക്കുന്നു. നിങ്ങൾ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
പ്രവാചകൻ അലി പറഞ്ഞ ഒരു മഹത് വചനമുണ്ട്. എന്താണത്? അത്യാഗ്രഹം ആപത്ത് വിളിച്ചു വരുത്തും. അത് കേട്ട് ഹുറത്തിന് ദേഷ്യം വന്നു. അവൾ കയ്യിലിരുന്ന കിഴി അവർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പറയുന്നു, എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ എഴുതി തന്നിട്ട് പൊക്കോ. ഇതങ്ങനെ പെട്ടെന്ന് എഴുതി തരാനൊന്നും പറ്റില്ല. സമയമെടുക്കുന്ന കാര്യമാണ്. എപ്പോൾ തരാൻ പറ്റും? കഴിയുമ്പോൾ തരാം. എന്നാൽ എൻ്റെ ഗോൾഡ് കോയിൻസ് ഇങ്ങ് തിരിച്ചു തന്നേക്ക്. തകിട് തരുമ്പോൾ ഗോൾഡും തരാം. അവർ അതെടുത്ത് അവൾക്ക് തന്നെ എറിഞ്ഞു കൊടുത്തിട്ട് അവിടെ ഇരുന്ന് മിഠായി എടുത്ത് വായിലിട്ടിട്ട് ഇറങ്ങിപ്പോയി. ഖദീജ സുൽത്താന ഇബ്രാഹിം കൊടുത്ത ബോട്ടിലെടുത്ത് നോക്കുന്നു. ഈ ബോട്ടിൽ നിറയാനുള്ള കണ്ണുനീർ ഈ ജീവിതത്തിൽ ഒഴുക്കരുത്. ഇബ്രാഹിം പറഞ്ഞത് ഓർക്കുന്നു. ഗുൽഫം അടുത്തു വന്നിരുന്നു. വിഷമിക്കേണ്ട സുൽത്താന, ഈ വിഷമങ്ങളെല്ലാം മാറും. ഒന്നും മാറില്ല ഗുൽഫം. ഞാൻ മരിക്കുന്നത് വരെ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. സുൽത്താൻ സുലൈമാൻ കൗൺസിൽ മീറ്റിങ്ങിൽ പറയുന്നു, പി.ടി. റൈസ്, നിങ്ങളുടെ ഈ മാപ്പാവും റോഡസിലേക്കുള്ള ഞങ്ങളുടെ വഴികാട്ടി. ഞാൻ കേട്ടിട്ടുണ്ട്, പ്രഗത്ഭ മുസ്ലിം നാവികനായ കുർഡോഗ്ലു മുസ്ലിഹുദ്ദീൻ ഈ മാപ്പ് വെച്ചാണ് മെഡിറ്ററേനിയൻ കടലിൽ ചുറ്റുന്നതെന്ന് സുലൈമാൻ പറഞ്ഞു. പി.ടി. റൈസ് നന്ദിയോടെ തല കുമ്പിട്ടു. എന്നിട്ട് പറയുന്നു, കഴിഞ്ഞ 4 മാസം ഞാൻ മെഡിറ്ററേനിയൻ കടലിലായിരുന്നു. ഈ മാപ്പ് ഞാൻ ഏറ്റവും അടുത്ത് കറക്ഷൻസ് വരുത്തി പുതുക്കി ഉണ്ടാക്കിയതാണ്. നമ്മൾ ഇതൊരെണ്ണം നമ്മുടെ നാവിക തലവൻ പുലക് മുസ്തഫ പാഷയ്ക്ക് കൊടുത്താൽ നല്ലതായിരിക്കും ഇൻകാരം, പി.ടി. പാഷ പറയുന്നു. സുലൈമാൻ തലയാട്ടി. താങ്കൾ ഒരു മഹത്തായ കാര്യമാണ് ചെയ്തിരിക്കുന്നത് പി.ടി. റൈസ്, ഇബ്രാഹിം പറഞ്ഞു. നന്ദി ആകാ. പി.ടി. റൈസ്, ഞാൻ റോഡസ് ക്യാമ്പയിൻ്റെ സമയത്ത് താങ്കളുടെ കപ്പലിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നെയും ഇത് പഠിപ്പിച്ചു താ. ഒരു മാപ്പ് ഇല്ലാതെ വഴി കണ്ടെത്താനാവില്ല എന്നെനിക്ക് മനസ്സിലായി, അഹമ്മദ് പാഷ പറഞ്ഞു. റോഡസിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാവുമെന്ന് നമുക്ക് നോക്കാം അഹമ്മദ് പാഷ, സുലൈമാൻ അയാളെ നോക്കാതെ ചിരിച്ചുകൊണ്ട് പറയുന്നു. അഹമ്മദ് പാഷ സുലൈമാനെ നോക്കുന്നു. ഫറാദ് പാഷ, നിങ്ങൾക്ക് ഈ മാപ്പിനെ പറ്റി ഒന്നും പറയാനില്ലേ? ഫറാദ് പാഷ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഇപ്പോൾ മുഴുവനായും മറാസിലേക്കും എൽബിസ്ഥാനിലേക്കും പിന്നെ ദിൽഖാദുറോഗ്ലു അലി പാഷയിലേക്കും ആക്കിയിരിക്കുകയാണ് ഇൻകാരം. അദ്ദേഹത്തിനിപ്പോൾ പെട്ടെന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് ശ്രദ്ധിക്കാനായെന്ന് വരില്ല, അഹമ്മദ് പാഷ പറയുന്നു. അദ്ദേഹത്തിന് അങ്ങോട്ട് ശ്രദ്ധ മാത്രമേ ഉള്ളൂ, ഇതുവരെ അങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങിയിട്ടില്ല, സുലൈമാൻ പറഞ്ഞു. ഈ വരുന്ന വെള്ളിയാഴ്ച കഴിയുമ്പോൾ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇൻകാരം, സുലൈമാൻ തലയാട്ടി. പി.ടി. പാഷ എനിക്ക് ആകെ 2000 കുതിരപ്പട്ടാളക്കാരെ അനുവദിച്ചിട്ടുള്ളൂ, ഫറാദ് പാഷ പറഞ്ഞു. പി.ടി. പാഷ തിരിഞ്ഞു നോക്കുന്നു. ഇൻകാരം, അത് തന്നെ ആവശ്യത്തിൽ കൂടുതലാണ്. പിന്നെ അവിടുത്തെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാനും പാടില്ലല്ലോ. പി.ടി. പാഷ, അപ്പോൾ ഞാൻ പറയുന്നത് വിശ്വാസമല്ലെന്നാണോ പറയുന്നത്? ഫറാദ് പാഷ, നമ്മളിപ്പോൾ റോഡസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൽ കൂടുതൽ പട്ടാളക്കാരെ അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പുകയുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ തീയുമുണ്ടാവും. സുലൈമാൻ മാപ്പിൽ നോക്കിയിരിക്കുന്നു. അഹമ്മദ് പാഷ ചിരിക്കുന്നു. ഇബ്രാഹിം എല്ലാവരെയും നോക്കുന്നു. സുലൈമാൻ ആലോചിച്ചിരിക്കുന്നു. മാത്രാച്ചി ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ട് അയാളെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. കാലിലെ ഷൂസ് ഊരി കോട്ടൂരാൻ ശ്രമിക്കുമ്പോൾ മാത്രാച്ചിക്ക് മനസ്സിലാവുന്നു ഇതൊരു സ്ത്രീയാണെന്ന്. അയാൾ വേഗം പോയി കതകടച്ചു. ഹുറത്തിൻ്റെ റൂമിലേക്ക് ഗുൽനിഹാൽ കയറി വരുന്നു. അവർ രക്ഷ എഴുതി കൊണ്ടുവന്നോ? ഹുറം ചോദിച്ചു. എനിക്കറിയില്ല. ഞാൻ ആ രക്ഷ എൻ്റെ ബെഡിലും പില്ലോയിലും ഞാനിടുന്ന എല്ലാ ഡ്രസ്സുകളിലും വയ്ക്കും. ഇൻകാരം എന്നെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. ഞങ്ങൾക്കിടയിൽ മറ്റൊരു പെണ്ണിനെയും ഞാൻ അനുവദിക്കില്ല, ഗുൽനിഹാലിനെ നോക്കിയിട്ട് പറയുന്നു. ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അവർക്കുള്ളത് കൊടുക്കാൻ എനിക്ക് നന്നായി അറിയാം. ഗുൽനിഹാൽ ഒന്നും മിണ്ടിയില്ല. സുലൈമാൻ പി.ടി. പാഷയോട് പറയുന്നു. പി.ടി. പാഷ, ഞാൻ നിങ്ങളുടെ മകൻ സലബി മെഹമ്മത്തുമായി സംസാരിച്ചിരുന്നു. അവൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്. അവൻ്റെ സ്വഭാവവും ജോലിയും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങയുടെ ഈ നല്ല വാക്കുകൾക്ക് അവൻ അർഹനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻകാരം. ഇബ്രാഹിം അങ്ങോട്ട് കയറി വരുന്നു. സലബി മെഹമ്മത്തിന് വളരെ നല്ലൊരു ഭാവിയുണ്ടാവും പി.ടി. പാഷ. പി.ടി. പാഷ ചിരിച്ചുകൊണ്ട് തല കുമ്പിട്ടു. ഇബ്രാഹിം വിഷമത്തോടെ അവരെ നോക്കി. സുലൈമാൻ ഇബ്രാഹിമിനെ നോക്കുന്നു. ഇൻകാരം, വെനിറ്റിയൻ അംബാസഡർ അങ്ങയെ കാണാൻ എത്തിയിട്ടുണ്ട്. അയാളോട് വരാൻ പറയൂ. ഗാർഡ്സ് അയാളെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അയാൾ മുട്ടുകുത്തി നിന്നിട്ട് പറയുന്നു. ഇബ്രാഹിം ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്തു. സിഗ്നോർ മോസിനോഗോ അങ്ങേക്കായൊരു ഉപഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. അത് സമർപ്പിക്കാനുള്ള അനുവാദം ചോദിക്കുന്നു. സുലൈമാൻ തലയാട്ടി. ഒരു ഗാർഡ് അത് കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഇബ്രാഹിം അത് തുറന്നു. അതിൽ നിന്നും ഒന്നെടുത്ത് സുലൈമാനും പി.ടി. പാഷയ്ക്കും കൊടുത്തു. ഇത് വെനിറ്റിയൻ പാലസിൽ നിന്നും അങ്ങേക്കായി തന്നുവിട്ട ഗ്ലാസ് ടുലിപ്സ് ആണ്. അതിമനോഹരമായ ടുലിപ്സ് പൂക്കൾ ഓട്ടോമാൻ മണ്ണിൽ വിരിയുന്നത് പോലെ വെനിറ്റിയൻ മണ്ണിൽ വിരിയില്ല. അതുകൊണ്ട് ഗ്ലാസ് കൊണ്ട് ഞങ്ങൾ ആ മനോഹര പുഷ്പങ്ങൾ ഉണ്ടാക്കി. അത് അങ്ങേക്കായി സമ്മാനിക്കാനും ആഗ്രഹിക്കുന്നു. സുലൈമാൻ അത് നോക്കുന്നു. ഇത് അതിമനോഹരമായിട്ടുണ്ട്. അവരിത് നന്നായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം, നമ്മുടെ മെയിൻ ഗാർഡനിൽ നിന്നും കുറച്ച് ടുലിപ്സ് വിത്തുകൾ പറിച്ച് ഇദ്ദേഹത്തിന് കൊടുക്കണം. അതവർ അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ. ഓട്ടോമാൻ ടുലിപ്സ് വെനീസ് മുഴുവൻ തഴച്ചു വളരട്ടെ. ഇൻകാരം, വർഷങ്ങളായി ടുലിപ്സ് ചെടികൾ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കുകയാണ്, ഇബ്രാഹിം പറഞ്ഞു. മനോഹരമായവ പങ്കുവയ്ക്കുന്നതിൽ മടി കാണിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൽ എല്ലാ നിരോധനങ്ങളും ഞാൻ മാറ്റിയിരിക്കുന്നു. പി.ടി. പാഷ, ഇത് നോക്ക്. നമ്മൾ ഇനി ഒരിക്കൽ വെനീസിലേക്ക് പോകുമ്പോൾ അവിടെ മനോഹരമായി തോന്നുന്നതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരും.
ഇബ്രാഹിം അത് അംബാസഡർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. വെനിറ്റിയൻ അംബാസഡർ പറയുന്നു, അങ്ങ് വെനീസിലെ പാലസിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമായി കരുതുന്നു. അങ്ങയുടെ വരവിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യും. ഞാൻ വരും, പക്ഷേ അത് വെറുതെ വന്ന് കണ്ടിട്ട് പോകാനല്ല. എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ പിടിച്ചെടുക്കും. ഇബ്രാഹിം ഒന്നും മിണ്ടാതെ സുലൈമാനെ നോക്കി നിന്നു. അയാളോട് പറഞ്ഞു കൊടുക്ക് ഇബ്രാഹിം, സുലൈമാൻ പറഞ്ഞു. ഇബ്രാഹിം പറയുന്നത് കേട്ട അയാൾ അസ്വസ്ഥനായി. എന്നിട്ട് പറയുന്നു, ലൂയിസ് രണ്ടാമൻ അങ്ങയോടുള്ള പക മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സുൽത്താൻ സുലൈമാൻ്റെ നെഞ്ചത്ത് അദ്ദേഹം കത്തി കുത്തി ഇറക്കുമെന്നാണ്. സുലൈമാൻ പറയുന്നു, ആ വിഡി ലൂയിസിനോട് പറയൂ, അയാൾ ഒരു തീയാണെങ്കിൽ ആ തീ കുറ്റിക്കാട് കത്തിക്കാൻ മാത്രമേ ഉപകാരപ്പെടൂവെന്ന്. വിക്ടോറിയ ഉറക്കമുണർന്നു. മാത്രാച്ചിയെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കില്ല. നീ ആകാശത്ത് നിന്ന് നേരെ എൻ്റെ മുന്നിൽ വന്ന് വീഴുകയായിരുന്നു. പിന്നെ ബോധവും പോയി. ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നീ ഒരു പെണ്ണാണെന്ന്. നീ എന്തിനാ ആണുങ്ങളെപ്പോലെ വസ്ത്രം ധരിച്ച് നടക്കുന്നത്? നീ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ട് ഓടി വന്നതാണോ? അല്ല, വിക്ടോറിയ പറഞ്ഞു. നിന്റെ വീട് എവിടെയാണ്? ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോയാക്കാം. എനിക്ക് വീടില്ല. എൻ്റെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മരിച്ചുപോയി. എനിക്ക് ആരുമില്ല. നിന്റെ പേരെന്താ? വിക്ടർ. അല്ല, വിക്ടോറിയ. നീ പേടിക്കേണ്ട ഗുൽനിഹാൽ, അവൾക്ക് നിന്നെ ഒന്നും ചെയ്യാനാവില്ല. നീ നിന്റെ ജോലി കൃത്യമായി ചെയ്താൽ മതി. നിങ്ങൾ അവളെ കണ്ടില്ലല്ലോ നിഗാർ കാഫ. അവൾ ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് സംസാരിച്ചത്. അവൾ ആ ജ്യോതിഷിയെ വിശ്വസിച്ചിരിക്കുകയാണ്. ആ ജ്യോതിഷിക്ക് അവളെ രക്ഷിക്കാനാവില്ല. അവളെ രക്ഷിക്കാൻ സുൽത്താൻ സുലൈമാന് മാത്രമേ സാധിക്കൂ. അവർ എനിക്ക് വേണ്ടി ഒരു രക്ഷ എഴുതി തരാമെന്ന് പറഞ്ഞതാണ്. ഹുറം അത് വേണ്ടാന്ന് പറഞ്ഞു. ഗുൽനിഹാൽ പറയുന്നു. നിഗാർ അപ്പുറവും ഇപ്പുറവും നോക്കിയിട്ട് ഒരു രക്ഷ എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. ഇന്നാ, ഇതവർ നിനക്ക് വേണ്ടി എഴുതി തന്നതാണ്. നിന്റെ അണ്ടർവെയറിനുള്ളിൽ വെച്ചാൽ മതി. ആരെയും കാണിക്കണ്ട. ഇത് നിന്നെ എല്ലാത്തിൽ നിന്നും രക്ഷിച്ചോളൂ. ഗുൽനിഹാലിന് സന്തോഷമായി. ഹുറം വാലിദ സുൽത്താനെ കാണാൻ എത്തുന്നു. ദായ ഹാത്തുൻ പറയുന്നു, വാലിദ സുൽത്താൻ ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ട. എന്നാൽ ഞാൻ ഹദീജ സുൽത്താനെ ഒന്ന് കാണട്ടെ. ഹദീജ സുൽത്താനെയും റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ കാണാനാവില്ല. നീ പിന്നീട് വാ. രാജകുടുംബത്തിലുള്ള എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹുറം തിരികെ നടന്നു. ദായ ഹാത്തുൻ അവളെ ഒന്ന് നോക്കിയിട്ട് വാലിദ സുൽത്താനയുടെ ചേംബറിലേക്ക് കയറിപ്പോയി. ഹുറം ഒച്ചയുണ്ടാക്കാതെ തിരികെ നടന്ന് ഹദീജ സുൽത്താനയുടെ ചേംബറിലേക്ക് പോകുന്നു. ദായ ഹാത്തുൻ വാലിദ സുൽത്താനയുടെ ചേംബറിലേക്ക് വന്നു. എന്താ ദായ, സന്തോഷ വാർത്ത എന്തെങ്കിലും ഉണ്ടോ? ഹുറം നിങ്ങളെ കാണാൻ വന്നു. പക്ഷെ ഞാൻ അവളെ തിരികെ വിട്ടു. വാലിദ സുൽത്താന റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ഹദീജ സുൽത്താനയുടെ ചേംബറിൽ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹദീജ സുൽത്താനയെ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ വരാൻ പറഞ്ഞു വിട്ടു. അവൾ പറയുക, രാജകുടുംബത്തിലുള്ള എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണോ? നീ ചെയ്തത് നല്ല കാര്യമാതായേ. എനിക്കിപ്പോൾ അവളെ കാണാൻ താല്പര്യമില്ല. ദായ ഹാത്തുൻ ചിരിച്ചു. ഹദീജയുടെ കാര്യം ഓർത്താണ് എനിക്കിപ്പോൾ വിഷമം. അവൾക്ക് പറ്റിയ നല്ല ചെക്കനെ കണ്ടെത്തിയിട്ടും അവളുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ അതായിരുന്നില്ലേ അവളുടെ വിഷമം? വാലിദ സുൽത്താന പറഞ്ഞു. സുൽത്താന, ഹദീജ സുൽത്താനെ കുറച്ചുനാൾ എഡ്രിൻ പാലസിലോ ബുർസ പാലസിലേക്കോ വിട്ടാലോ? മാറി നിൽക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വരും. അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കമാതായേ. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഹദീജ സുൽത്താൻ ആലോചിച്ച് വിഷമിച്ച് കിടക്കുന്നു. ഹുറം അങ്ങോട്ട് കയറി വന്നു. അവളെ കണ്ട് ഹദീജ സുൽത്താൻ എണീറ്റിരുന്നു. ഹുറം വാ. ഹുറം അടുത്തേക്ക് ചെല്ലുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നത് കണ്ട് ദായ ഹാത്തുൻ എന്നോട് പറഞ്ഞു ഇപ്പോൾ പോകണ്ട, ഹദീജ സുൽത്താന റെസ്റ്റ് എടുക്കുകയാണെന്ന്. പക്ഷേ എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. മാഷാ അള്ളാ, ഹുറം ഇരുന്നുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാം സുൽത്താനയുടെ വിഷമത്തിന് കാരണം പ്രണയമാണെന്ന്. നിനക്കറിയില്ല ഹുറം, ആർക്കറിയില്ല. നിനക്കറിയില്ല എന്ത് സംഭവിച്ചുവെന്ന്. എന്ത് സംഭവിച്ചു പറ. വാലിദ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടുകയാണ്. ഇബ്രാഹിമിനെയാണോ? അല്ല, വാലിദ കണ്ടെത്തിയത് പീരിപ്പാഷയുടെ മോനെയാണ്. അപ്പോൾ ഇബ്രാഹിമിൻ്റെ കാര്യം എന്താവും? ഹുറം സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. മാത്രാച്ചിയും വിക്ടോറിയയും ഭക്ഷണം കഴിക്കുന്നു. ഡോറിൽ ആരോ മുട്ടിയപ്പോൾ അവർ ഞെട്ടി. നീ ശബ്ദമുണ്ടാക്കാതെ അങ്ങോട്ട് മാറി നിന്നു. മാത്രാച്ചി അവളെ ഒരു റൂമിലിട്ട് പൂട്ടി. ആരാ? ഇത് ഞാനാ, ഇബ്രാഹിം. മാത്രാച്ചി ഡോറ് തുറന്നു. വാ, അകത്തേക്ക് വാ. ഇബ്രാഹിം അകത്തേക്ക് വരുന്നു. അവിടെ 2 പാത്രത്തിൽ ഭക്ഷണം ഇരിക്കുന്നത് കണ്ട് ചോദിക്കുന്നു. ഇന്ന് തനിക്ക് ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നു, അയാൾ ഇപ്പോൾ പോയി. അകത്തെ റൂമിൽ നിന്ന് ശബ്ദം കേട്ടു. തൻ്റെ ഗസ്റ്റ് ഇതുവരെ പോയിട്ടില്ലെന്ന് തോന്നുന്നു. അതുവല്ല പൂച്ചയുമാവും. ഇബ്രാഹിം തലയാട്ടിയപ്പോൾ വീണ്ടും ശബ്ദം കേൾക്കുന്നു. മാത്രാച്ചി നിന്ന് പരിങ്ങി. ആ പൂച്ചയെ ഞാനൊന്ന് നോക്കട്ടെ. കുഞ്ഞിപ്പൂച്ചയെ ഇങ്ങോട്ട് വാ. ഇബ്രാഹിം ആ റൂമിലേക്ക് പോകാൻ പോകുമ്പോൾ മാത്രാച്ചി തടയാൻ ശ്രമിക്കുന്നു. ഇബ്രാഹിം ഡോറ് തുറന്നപ്പോൾ അവിടെ വിക്ടോറിയ. ഇബ്രാഹിം മാത്രാച്ചിയെ തിരിഞ്ഞു നോക്കുന്നു. മാത്രാച്ചി ചമ്മി നിൽക്കുന്നു. ഇബ്രാഹിം ചിരിച്ചുകൊണ്ട് 2 പേരെയും മാറി മാറി നോക്കി. വേറെ രക്ഷയില്ലാതെ മാത്രാച്ചി എല്ലാം ഇബ്രാഹിമിനോട് പറയുന്നു. അത് ശരി, പക്ഷെ ഇവൾ ഇനി ഇവിടെ എങ്ങനെ താമസിക്കും? ഇബ്രാഹിം ചോദിച്ചു. ഇവളുടെ വീട്ടുകാരെ കണ്ടെത്തണം. അവരെ കണ്ടെത്തും വരെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇബ്രാഹിം, നിങ്ങൾ ഇവളെ സഹായിക്കണം. നിങ്ങളെക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്ക് സാധിക്കാനാ? വിക്ടോറിയ, ഇത് ഇബ്രാഹിം. ഇദ്ദേഹം സുൽത്താൻ സുലൈമാൻ്റെ വളരെ അടുത്ത ആളാണ്. മാത്രാച്ചി വിക്ടോറിയയോട് പറഞ്ഞു. അത് കേട്ട വിക്ടോറിയ ആശ്ചര്യപ്പെട്ട് ചിന്തിച്ചിരിക്കുന്നു.
ഇബ്രാഹിം മാത്രാച്ചിയെ നോക്കി. ഹുറം ഗുൽനിഹാലിനോട് പറയുന്നു, സുൽത്താൻ സുലൈമാൻ ഇപ്പോൾ എന്നെ കാണാൻ വരും. നീ ഈ തുണി മുഖത്ത് നിന്ന് മാറ്റണ്ട. സുൽത്താൻ സുലൈമാൻ അങ്ങോട്ട് വരുന്നു. അവർ അയാളെ കുമ്പിട്ടു. ഗുൽനിഹാലിനോട് പൊക്കോളാൻ ഹുറം കാണിക്കുന്നു. അവൾ സുലൈമാനെ കുമ്പിട്ടിട്ട് പോകുന്നു. സുലൈമാൻ അവളെ സൂക്ഷിച്ചു നോക്കി. അതാരാ മുഖം മറച്ചു പോയത്? അവളെ മനസ്സിലായില്ലേ? അവളുടെ ചോദ്യം കേട്ട സുലൈമാൻ അവളെ ഒന്ന് നോക്കി. അവൾ വേഗം അറിയാത്തതുപോലെ പറയുന്നു, അത് ഗുൽനിഹാലായിരുന്നു സുൽത്താൻ. ഗുൽനിഹാലോ? എനിക്ക് അവളെ മനസ്സിലായില്ല. സുലൈമാൻ കുറച്ചുകൂടി അടുത്തേക്ക് നിന്നിട്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ എന്തിനാ മുഖം മൂടിയിരിക്കുന്നത്? അവളുടെ മുഖം ആകെ പൊട്ടി വൃത്തികേടായിരിക്കുകയാണ്. സുലൈമാൻ തലയാട്ടി. എന്നിട്ട് ഹുറത്തിനെ കിസ് ചെയ്തു. എൻ്റെ മോൻ എവിടെ മുഹമ്മദ്? എനിക്ക് അവനെ കാണണം. വാലിദ സുൽത്താൻ എൻ്റെ മോനെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി. ഒരു വെറ്റ് നഴ്സിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ പാലിൽ വിഷമുണ്ടെന്നാണ് പറയുന്നത്. ഗുൽനിഹാൽ! സുലൈമാൻ വിളിച്ചു. ഗുൽനിഹാൽ കയറി വരുന്നു. എനിക്ക് എൻ്റെ മോനെ കാണണം. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ. ഗുൽനിഹാൽ പോയപ്പോൾ ഹുറം പറയുന്നു, പാവം ഗുൽനിഹാൽ, അവളുടെ ഭംഗിയൊക്കെ പോയി. അങ്ങനെ പറഞ്ഞിട്ട് വേഗം സുലൈമാനെ ഇറുക്കി കെട്ടിപ്പിടിക്കുന്നു. സുലൈമാൻ ഒന്ന് ചിന്തിച്ചിട്ട് അയാളും അവളെ കെട്ടിപ്പിടിച്ചു. മാഹിദേവരൻ സുൽത്താന വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ താഴെ പെണ്ണുങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നു. സുൽത്താൻ സുലൈമാൻ അവളുടെ റൂമിലേക്ക് പോയിട്ടുണ്ട്. ഇനി അവൾ അവളുടെ കുതന്ത്രങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മയക്കിയെടുക്കും. അത് കേട്ട മാഹിദേവരൻ വേഗത്തിൽ അവിടുന്ന് പോകുന്നു. സുലൈമാൻ ഷേസാദ് മുഹമ്മദിനടുത്ത് ഹുറത്തിൻ്റെ കൂടെ ഇരിക്കുന്നു. എൻ്റെ മോൻ അവൻ്റെ അമ്മയെ പോലെയാണ്. സുലൈമാൻ അവളുടെ കവളിൽ തടവിക്കൊണ്ട് പറയുന്നു. നിനക്ക് സന്തോഷമല്ലേ? എൻ്റെ സന്തോഷം അങ്ങാണ് ഇൻക്യാരം. ഹുറം ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു. ഖദീജ സുൽത്താൻ ഒട്ടും സന്തോഷത്തിലല്ലെന്ന് തോന്നുന്നു. അതെന്താ? ഖദീജ സുൽത്താനയുടെ മുഖത്ത് നോക്കുമ്പോൾ സന്തോഷമുള്ളതായി തോന്നുന്നില്ല. കുഞ്ഞ് കരയുമ്പോൾ ഹുറം കുഞ്ഞിനെ എടുത്ത് തൊട്ടിലിൽ കിടത്തി ആട്ടിക്കൊടുക്കുന്നു. ഖദീജ സുൽത്താന വളരെ ചെറുപ്പമല്ലേ? നല്ല സുന്ദരിയും. കഷ്ടമായിപ്പോയി. സുൽത്താന വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു വിധവയായിപ്പോയി. അധികം താമസിയാതെ തന്നെ എൻ്റെ ഖദീജ ചിരിക്കും. അവൾക്ക് പറ്റിയ ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഹുറം സുലൈമാനെ നോക്കി. എന്ന് വെച്ചാൽ അവളുടെ വിവാഹം നടത്താൻ പോവുകയാണെന്ന്. അവൾക്ക് പറ്റിയ ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നീ ഒന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞ് സുലൈമാൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു. ശരി, ആരാണെന്ന് എന്നോട് പറയണ്ട. കുറച്ച് കഴിഞ്ഞ് ഹുറം ചോദിക്കുന്നു. അത് ആരാണെന്ന് ഇബ്രാഹിമിനെ അറിയുമോ? സുലൈമാൻ അവളെ നോക്കുമ്പോൾ അവൾ നോക്കി ചിരിച്ചിട്ട് മുഹമ്മദിനെ ആട്ടിക്കൊടുക്കുന്നു. ഇബ്രാഹിം സുംബുലാഗയോട് പറയുന്നു. സുംബുലാഗ, നിങ്ങൾ ഈ പയ്യനെ ഹരത്തിലേക്ക് കൊണ്ടുപോകണം. അല്ലാ, ഇവനെ ഹരത്തിലേക്ക് കൊണ്ടുപോയാൽ ദായ ഹാത്തുമും വാലിദ സുൽത്താനെ എന്നെ ഇവിടുന്ന് പുറത്താക്കും. ഇവനെ കൊണ്ടുപോയാൽ നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല സുംബുലാഗ എന്ന് പറഞ്ഞ് ഇബ്രാഹിം മാത്രാച്ചിയെ നോക്കുന്നു. മാത്രാച്ചി വിക്ടോറിയയുടെ തലയിൽ വെച്ചിരുന്ന തൊപ്പി മാറ്റുന്നു. അത് ശരി, ഇത് പെണ്ണായിരുന്നു. ഇബ്രാഹിം ചിരിക്കുന്നു. ഇബ്രാഹിം സുലൈമാൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നു. ഇൻക്യാരം, അങ്ങേ കാണാൻ മാത്രാച്ചി വന്നിട്ടുണ്ട്. വരാൻ പറ. മാത്രാച്ചി വന്ന് സുലൈമാനെ കുമ്പിട്ടു. റോഡസിൽ നിന്ന് തിരിച്ചെത്താൻ കുറച്ച് സമയമെടുത്തല്ലോ മാത്രാച്ചി. താൻ എന്താണ് കൊണ്ടുവന്നത്? നോക്കട്ടെ. മാത്രാച്ചി സുലൈമാന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു. റോഡസ് വളരെ വലിയൊരു ദ്വീപാണ് ഇൻക്യാരം. ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. കടലിൽ നമ്മുടെ നാവികസേനയ്ക്ക് വിജയിക്കാനാവും. പക്ഷേ കരയിലെ സൈനികർ അവിടെ ശക്തരാണ്. ക്യാസിലിന് ചുറ്റും തടാകം നിർമ്മിച്ചിരിക്കുകയാണ്. റോഡസിനുള്ളിലേക്കും ക്യാസിലേക്കും നമ്മുടെ ആളുകളെ കടത്തിവിടണം. എങ്കിലേ ഈ യുദ്ധം വിജയിക്കാനാവും. നമ്മുടെ വ്യാപാരികൾ കഴിഞ്ഞ 3 മാസമായി അവിടെ ചെറിയ ടീ ഷോപ്പൊക്കെ ഇട്ട് അവിടെ തന്നെ താമസം ആരംഭിച്ചിട്ടുണ്ട് ഇൻക്യാരം. ചിലർ അവിടെ സ്ഥലം പോലും വാങ്ങിയിട്ടുണ്ട്. ഇബ്രാഹിം പറഞ്ഞു. വെനിറ്റീൻ അംബാസഡർ ഇവിടെ ചെയ്യുന്നത് പോലെയല്ലേ? അയാൾ ഇവിടെ താമസിച്ച് റിപ്പോർട്ട് അങ്ങോട്ട് അയക്കുന്നു. സുംബുലാഗ വിക്ടോറിയ ഹരത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതെൻ്റെ സ്ഥലമാണ്. നിന്റെ പേര് വിക്ടോറിയ എന്നല്ലേ പറഞ്ഞത്? അതെ. അവളെ നോക്കി സംസാരിച്ചു കൊണ്ടിരുന്ന പെണ്ണുങ്ങളെ സുംബുലാഗ ഓടിച്ചു വിടുന്നു. ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കണം. ഇവിടുത്തെ പെണ്ണുങ്ങളുമായി വഴക്കും ബഹളവും കുറ്റം പറച്ചിലും ഒന്നും പാടില്ല. ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യണം. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ ഇവിടെ നന്നായി ജീവിക്കാം. നിഗാർ കാഫ അങ്ങോട്ട് വരുന്നു. വരൂ നിഗാർ കാഫ, സുംബുൽ പറഞ്ഞു. എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. അതെ, ഇത് പുതിയ പെണ്ണാണ്. ഇവളെ എല്ലാം കാണിച്ചു കൊടുക്കണം. വിക്ടോറിയയെ ബാത്റൂമിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ കുളിക്കുകയായിരുന്ന പെണ്ണുങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കുന്നു. നിങ്ങളുടെ ബഹളം എനിക്ക് മുറ്റത്ത് നിൽക്കുമ്പോൾ കേൾക്കാം. ഇവിടെ ഒച്ച വയ്ക്കരുത്. എല്ലാവരും എണീറ്റ് നിന്നു. ആയിഷ, ഇങ്ങോട്ട് വാ, നിഗാർ വിളിച്ചു. എന്താ? ഇത് വിക്ടോറിയ. ഇനി ഇവൾ നിന്റെ റൂമിലാണ് താമസിക്കാൻ പോകുന്നത്. അത് വേണ്ട, അവൾക്ക് വേറെ ഏതെങ്കിലും റൂം കൊടുക്ക്. പുതിയതായി വന്ന ഒരാളോടൊപ്പം എനിക്ക് താമസിക്കേണ്ട. അവൾ നിന്റെ കൂടെ താമസിക്കും. അവൾ നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. അവൾ നിന്റെ സെർവൻ്റാണ്. ആയിഷയ്ക്ക് സന്തോഷമായി. അവസാനം നിങ്ങൾക്ക് മനസ്സിലായി ഞാനും സുൽത്താൻ സുലൈമാൻ്റെ പ്രിയപ്പെട്ടവളാണെന്ന്. നിഗാർ ചിരിച്ചു. വാ, വന്ന് കുളിക്ക്. എന്നിട്ട് എൻ്റെ റൂമിൽ വന്ന് അവിടെയൊക്കെ ക്ലീൻ ചെയ്യ്. ആയിഷ അവളെ വിളിച്ചുകൊണ്ട് പോയി. ഒരു പെണ്ണ് വന്ന് അവളെ കുളിപ്പിക്കുന്നു. എല്ലാവരും അവളെ തന്നെ നോക്കിയിരുന്നു. വിക്ടോറിയ കിങ് ലൂയിസ് രണ്ടാമൻ പറഞ്ഞത് ഓർക്കുന്നു. നിനക്ക് നിന്റെ പ്രതികാരം വീട്ടാനുള്ള അവസരം വന്നിരിക്കുന്നു വിക്ടോറിയ. ഞാൻ എൻ്റെ പ്രതികാരം വീട്ടിയിരിക്കും. അവൾ ഓർക്കുന്നു.